സ്വന്തം ഭാര്യയെ കൊന്ന് പല കഷ്ണങ്ങളാക്കി സൂപ്പുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഞെട്ടണ്ട, ഇതൊരു നടന്ന സംഭവമാണ്. എൽ ഒഫീഷ്യൽ മൊണാക്കോ ഫാഷൻ മാസികയുടെ ഡിജിറ്റൽ കവറിൽ അടുത്തിടെ വന്ന അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന അബി ചോയ്. എന്നാൽ റൂറൽ തായ്പോ ജില്ലയിലെ 3 നിലകളിലുള്ള വീട്ടിൽ നിന്ന് അവളുടെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. പലയിടത്തു നിന്നുമാണ് ചോയിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്താനായത്. അതും ആരെയും ഞെട്ടിക്കുന്ന അവസ്ഥയിലായിരുന്നു. തലഭാഗം സൂപ്പായിട്ട് കുക്കറിൽ, കാലുകൾ ഫ്രിഡ്ജിൽ, കൈകൾ ഒരു കാട്ടിൽ. ചോയുടെ കൊലപാതകത്തിന് പിന്നിൽ അവളുടെ മുൻ ഭർത്താവ് അലക്സ് കോങ്, കോങ്ങിൻ്റെ സഹോദരൻ ആന്റണി, അവരുടെ പിതാവ് കോങ് കൗ എന്നിവരും ഉൾപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ചോയ്ക്കും അലക്സിനും 18 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അവർ വിവാഹം കഴിക്കുന്നത്. 2 ആൺകുട്ടികളും ഈ റിലേഷനിൽ ഇവർക്കുണ്ട്. 2016 ഇവർ വിവാഹമോചനം നേടി. അതിനുശേഷം ചോയ് ചുക്വാനുമായി റിലേഷൻ ആരംഭിച്ചു. വിവാഹമോചനത്തിന് ശേഷം അലക്സ് കോങ്ങുമായി നല്ല അടുത്ത ബന്ധം ചോയ് പുലർത്തിയിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം കണ്ടൂരി ഹിൽ അപ്പാർട്ട്മെന്റ് വിൽക്കാൻ ചോയ് പദ്ധതിയിട്ടോടെയാണ് ചോയും ക്വാനും തമ്മിൽ ബന്ധം വഷളായത്. കുറച്ചു നാളുകൾക്ക് ശേഷം ചോയ് മിസ്സിംഗ് ആകുന്നു. കുറേ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഒരു ഫ്രിഡ്ജിൽ നിന്നും ചോയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. എന്നാൽ തലയും വാരിയെല്ലുകളും കിട്ടിയില്ല. അങ്ങനെ 2 പാത്രങ്ങൾ നിറയെ സൂപ്പ്, അതിൽ ക്യാരറ്റ്, പച്ചമുളക്, അരിഞ്ഞ ഇറച്ചി എന്നിവ അടങ്ങിയിരുന്നു. അവ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങളാണോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് സംശയമുണ്ടായി. പിന്നീട് ഒരു പോലീസ് ആ സൂപ്പ് പൂർണ്ണമായി ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ അതിൽ ഒരു തലയോട്ടിയും നിരവധി വാരിയെല്ലുകളും കണ്ടെത്തി. തലയോട്ടിയുടെ പിൻഭാഗത്ത് ഒരു വലിയ ദ്വാരമുണ്ടായിരുന്നു. ചോയുടെ കൈകളും മറ്റു ശരീരഭാഗങ്ങളും പോലീസിന്റെ തിരച്ചിലിനൊടുവിൽ ഒരു കാട്ടിൽ നിന്നും കണ്ടെത്തുന്നു. ചോയുടെ തല ഒരു സൂപ്പിൽ നിന്നും, കൈ കാട്ടിൽ നിന്നും, മറ്റു ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ചോയുടെ മുൻ ഭർത്താവ് ഇതിനു മുന്നേ വഞ്ചനാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 28 വയസ്സ് മാത്രമായിരുന്നു അവളുടെ പ്രായം.